അതായത് മലങ്കര ഡാം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ട് DDMAക്കും തഹസിൽദാർക്കും എല്ലാം ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. പക്ഷേ ആ പെർമിഷൻ അവർ ടൈപ്പ് ചെയ്ത് ഓർഡറാക്കി തന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ചിലപ്പോൾ അല്പം സമയം എടുക്കുമായിരിക്കും. പക്ഷേ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത് ഡാമിൻ്റെ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ നിലയിൽ ഞാൻ മനസ്സിലാക്കുന്ന മലങ്കര 5 ഷട്ടറുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൽ 4 ഷട്ടറുകൾ 50 സെൻറ്റിമീറ്ററും ഒരു ഷട്ടർ 10 സെൻറ്റിമീറ്ററുമാണ് ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഞാൻ ഇപ്പോൾ പരിശോധിച്ച് ലേറ്റസ്റ്റായിട്ട് നോക്കുമ്പോൾ 40.79 ആണ് അവിടെ ഇപ്പോൾ നിലവിൽ കാണുന്ന ലെവൽ. 39.5 ആക്കി അത് കൺട്രോൾ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. അപ്പോൾ അതനുസരിച്ച് അത് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഒരു അറിയിപ്പ് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കിയോടത്തെങ്കിൽ പെർമിസിബിളായ ഈ ഹൈറ്റിൽ വെള്ളം താഴേക്ക് പോയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ല. പക്ഷേ ഭാവിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി ജാഗ്രത പുലർത്തണം എന്നുള്ളതിന് ആവശ്യമായ നിർദ്ദേശം ജില്ലാ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരിത്തരം കാര്യങ്ങൾ കിട്ടിയാൽ അപ്പം തന്നെ അറിയിപ്പ് പോകണം. അത് അറിയിപ്പ് പോകണം. കാര്യം ഒരു കാര്യം ചെറിയ കാര്യമായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഭാവിയിലേക്ക് ജലനിരപ്പ് ഉയർന്നു വരികയും കൂടുതൽ വെള്ളം തുറന്നു വിടുകയും ചെയ്താൽ മുൻ അറിയിപ്പുകൾ കൃത്യം പോകുന്നതിന് വേണ്ടി വരുന്ന നിർദ്ദേശങ്ങൾ താലൂക്ക് തലത്തിൽ തഹസിൽദാരും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെയുള്ള മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെയുള്ള ഒരുക്കങ്ങളെല്ലാം കൃത്യമായി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്.